വലിയ തിരമാലകൾ ഉയരുന്ന ഒരു കടൽ, അവിടെ ഒരു കപ്പൽ, ആ കപ്പലിന് തീ പിടിച്ചു. കുറേ മനുഷ്യർ അതിനകത്തുനിന്ന് ലൈഫ് ജാക്കറ്റൊക്കെ ഇട്ട് രക്ഷപ്പെടുന്നു. അതിലൊരു മുഖം എനിക്ക് ഏറ്റവും പ്രിയപ്പെട്ട ഒരാളുടേതായിരുന്നു. ഞാൻ പൊട്ടിക്കറിയാൻ തുടങ്ങി. ഞാൻ പറഞ്ഞു, ഇതാണ് ഞാൻ കണ്ട സ്വപ്നം, തിരുവോണത്തിൻ്റെ അന്ന് ഇതാണ് ഞാൻ കണ്ട സ്വപ്നം എന്ന് പറഞ്ഞിട്ട്. ആ കപ്പലിൻ്റെ പേര് കൊണസ്റ്റോഗ എന്നായിരുന്നു, മോബിൽ കൊണസ്റ്റോഗ. ശരിക്കും എനിക്ക് ഇന്നും അത് നിർവചിക്കാൻ പറ്റത്തില്ല. ആ സമയം ഞാൻ ആ സ്വപ്നം കണ്ടു എന്നുള്ളത് ഇന്നും എനിക്ക് അമ്പരപ്പിക്കുന്ന ഒരു കാര്യമാണ്. അന്നത്തെ പോലെ ഒരു ഓണ ദിവസം സത്യം പറഞ്ഞാൽ എൻ്റെ ജീവിതത്തിൽ ഒരിക്കലും ഉണ്ടായിട്ടില്ല. അന്ന് ഞാൻ 5ാം ക്ലാസ്സിൽ പഠിക്കുകയാണ്. ഞങ്ങളുടെ നാട്ടിൽ ഓണമെന്ന് പറയുമ്പോൾ ഏതാണ്ട് അന്നൊക്കെ ഒരാഴ്ച മുമ്പ് വരും. അത്തപ്പൂക്കളം, വലിയ ഊഞ്ഞാൽ, കളികൾ, പിന്നെ പന്ത് കളി, എല്ലാം കൂടെ ആകെ തകർത്ത് തിമർക്കുന്ന ഒരു ഓണക്കാലമായിരുന്നു അത്. എന്നിട്ടും ഞാൻ അന്നത്തെ ദിവസം ഇത്രത്തോളം അസ്വസ്ഥയായിട്ട് എഴുന്നേറ്റ ഒരു ദിവസമില്ല എനിക്ക്. അതിനൊരു കാരണം ഉണ്ടായിരുന്നു. ഓണപ്പൂക്കളമൊക്കെ ഉണ്ടാക്കാനായിട്ട് പൂവൊക്കെ പറിച്ച് തലേന്ന് വെച്ച് എല്ലാം ചെയ്തിട്ടാണ് കിടന്നുറങ്ങിയത്. ഞാനും അനിയത്തിയും കുഞ്ഞമ്മയും അമ്മയും ഒക്കെ ഒരുമിച്ചാണ് കിടക്കുന്നത്. നിലത്താണ് അന്ന് പാവിരിച്ച് കിടക്കുക. പക്ഷേ അന്ന് രാത്രി എപ്പോഴോ ഞാനൊരു സ്വപ്നം കണ്ട് നെട്ടിയുണർന്നു. വലിയ തിരമാലകൾ ഉയരുന്ന ഒരു കടൽ, അവിടെ ഒരു കപ്പൽ, ആ കപ്പലിന് തീ പിടിക്കുന്നു. കുറേ മനുഷ്യർ അതിനകത്തുനിന്ന് ലൈഫ് ജാക്കറ്റൊക്കെ ഇട്ട് രക്ഷപ്പെടുന്നു. അതിലൊരു മുഖം എനിക്ക് ഏറ്റവും പ്രിയപ്പെട്ട ഒരാളുടേതായിരുന്നു, എൻ്റെ അച്ഛൻ്റെ. ഈ സ്വപ്നം ഞാൻ ആരോട് പറയും? ഓണത്തിമർപ്പിൽ ആഹ്ലാദിച്ച് നടക്കുന്ന എനിക്ക് ചുറ്റുമുള്ള ആരോടും എനിക്ക് പറയാൻ വയ്യ. അമ്മയോട് പറയാൻ വയ്യ, അനിയത്തിയോട് പറയാൻ വയ്യ, വീട്ടിലാരോടും പറയാൻ വയ്യ. 10 വയസ്സുള്ള എനിക്ക് താങ്ങാൻ പറ്റാത്ത ഒരു സ്വപ്നമായിരുന്നു അത്. ഞാൻ അടുക്കളയിൽ ചെന്ന് അമ്മയോട് വെറുതെ വഴക്കുണ്ടാക്കി, അനിയത്തിയുടെ പുറത്തിട്ട് 2 അടി കൊടുത്തിട്ട് വഴക്കുണ്ടാക്കി. പല തരത്തിൽ ഞാൻ എൻ്റെ ദേഷ്യം പ്രകടിപ്പിച്ചുകൊണ്ടിരുന്നു. ഓണമായിട്ട് ഇങ്ങനെ മൂശട്ട സ്വഭാവം കാണിക്കുന്നു എന്ന് പറഞ്ഞ് അമ്മ ഇനി പറയാൻ വഴക്ക് ബാക്കിയില്ല. അമ്മുമ്മ എന്നെ വിളിച്ചിട്ട് എന്താ മോളെ എന്നൊക്കെ പറഞ്ഞ് അമ്മുമ്മ എന്നെ ഓമനിക്കുന്നുണ്ട്, അപ്പൂപ്പൻ ലാളിക്കുന്നുണ്ട്. പക്ഷെ എനിക്ക് സഹിക്കാനേ പറ്റുന്നില്ല. എങ്ങനെയൊക്കെയോ ഉച്ചയ്ക്ക് ഊണെല്ലാം കഴിഞ്ഞു. തിരുവോണ ദിവസമാണെന്ന്. അമ്മമാരൊക്കെ പന്ത് കളിയും പിന്നെ കുഞ്ഞമ്മമാരും ബാക്കിയുള്ള വീട്ടിലുള്ളവരെല്ലാം കൂടെ ഊഞ്ഞാലാടി എല്ലാവരും ഒരു ഉത്സവമേളത്തിലാണ്. എനിക്ക് മാത്രം ഒട്ടും സന്തോഷമില്ല. ഞാൻ അപ്പൂപ്പനോട് പോയി പറഞ്ഞു, എനിക്കിപ്പോൾ എൻ്റെ കൂട്ടുകാരി ലതയെ കാണണം. എൻ്റെ സ്കൂളിൽ എൻ്റെ കൂടെ പഠിക്കുന്ന കൂട്ടുകാരിയാണ് ലതയുടെ വീട്ടിൽ പോകണം. അപ്പോൾ അപ്പൂപ്പൻ പറഞ്ഞു, ഓണമായിട്ട് നമ്മൾ എങ്ങനെയാണ് പോണേ? ഓണമായിട്ട് ആരും ഒരു വീട്ടിലും പോവില്ല, നമ്മുടെ വീട്ടിൽ തന്നെ നോക്ക് എന്തെല്ലാം കളിക്കാൻ പറ്റും. അപ്പം ഞാൻ വലിയ വായി കരയാൻ തുടങ്ങി. പറ്റൂല, എനിക്കിപ്പം ലതയെ കണ്ടേ പറ്റുമെന്ന്. അപ്പോൾ അപ്പൂപ്പൻ എൻ്റെ അമ്മാവനെ വിളിച്ചിട്ട് പറഞ്ഞു, നീ ഇവളെ ഒന്ന് ലതയുടെ വീട്ടിൽ കൊണ്ടാക്കിയിട്ട് വാ, കുറേ കഴിഞ്ഞ് തിരിച്ച് വിളിച്ചുകൊണ്ട് എന്തേ കടന്ന് കരയുന്ന കണ്ടില്ലേന്ന്. അമ്മാവനാണെങ്കിൽ ഭയങ്കര ദേഷ്യം. പുള്ളി പന്ത് കളിയിൽ വലിയ ഗോളൊക്കെ എടുത്ത് വലിയ സന്തോഷത്തോടെ നിൽക്കുന്ന സമയമാണ്. കൊണ്ടുപോയില്ല. അവസാനം ഞാൻ ഒച്ചത്തിൽ വീട്ടിൽ ബഹളം ഉണ്ടാക്കുന്ന രീതിയിൽ കരയാൻ തുടങ്ങിയപ്പം അപ്പൂപ്പൻ പറഞ്ഞു, എന്നാ വാ ഞാൻ കൊണ്ട് നിന്നെ ലതയുടെ വീട്ടിലാക്കാമെന്ന്. അപ്പം ഞാൻ ഓടിച്ചെന്ന് ലതയുടെ അടുത്ത്. പക്ഷേ ലതയുടെ അടുത്ത് ഞാൻ ചെന്ന് കരഞ്ഞുകൊണ്ട് പറഞ്ഞു, ഞാൻ എൻ്റെ അച്ഛനെ ഇങ്ങനെ കപ്പലിൽ നിന്ന് തീ പിടിച്ച് കടലിൽ കൂടെ നീന്തി വരുന്നത് സ്വപ്നം കണ്ടു, എനിക്ക് പേടിയായിട്ട് വയ്യാന്ന്. അപ്പം ലത പറഞ്ഞു, നീ നിൻ്റെ അച്ഛൻ അങ്ങനെ സ്വപ്നം കണ്ടോ? എന്നാൽ ഒരു കുഴപ്പമില്ല. നമ്മുടെ സ്വപ്നത്തിൻ്റെ ഒരു കാര്യം എന്തെന്ന് വെച്ചാൽ നമ്മൾ നമ്മുടെ ഒരു ബന്ധുവിന് അങ്ങനെ സംഭവിച്ചു എന്ന് കണ്ടാൽ അത് സംഭവിക്കുകയില്ല, അത് വേറെ ഉള്ളവർക്കായിരിക്കും സംഭവിക്കുന്നത്, നിൻ്റെ അച്ഛന് ഒരു കുഴപ്പവും വരില്ല എന്ന്. അപ്പോൾ അത് കേട്ടപ്പോൾ എനിക്ക് വലിയ സന്തോഷമായി. ഞാൻ ലതയും കൂടെ കുറേ ഓടി കളിച്ചു, ഊഞ്ഞാലാടി. അവളുടെ വീട്ടിൽ നിന്ന് സന്ധ്യയോടെ തിരിച്ചു വന്നു. പതുക്കെ ഞാൻ ആ സ്വപ്നം, അന്ന് രാത്രി എനിക്ക് കിടന്നുറങ്ങുമ്പോൾ ഒരു പേടിയുണ്ടായിരുന്നു, രാത്രി എന്തെങ്കിലും സ്വപ്നം ഇതുപോലെ കാണുമെന്ന്. അതങ്ങ് മറന്നു. പിറ്റേന്നൊക്കെ എണീറ്റപ്പോഴേക്കും ഞാനതൊക്കെ മറന്നുപോയി. ഓണത്തിൻ്റെ അവധിയൊക്കെ തീരാറായി. പിറ്റേന്ന് സ്കൂൾ തുറക്കുവാണ്. ഞാൻ ബാഗൊക്കെ തട്ടിപ്പറക്കി എടുത്ത് പഴയ ഹോംവർക്കൊക്കെ ടീച്ചർ തന്ന ഇതൊക്കെ എടുത്തു വെച്ച് എഴുതിക്കൊണ്ടിരിക്കുമ്പം വാതിലിൽ ഒരു മുട്ട. അന്ന് കോളിംഗ് ബെല്ലൊന്നുമില്ല നമ്മുടെ വീട്ടിൽ, മുട്ടുവാണ് ചെയ്യുന്നത്. അപ്പോൾ ഞാൻ ചെന്ന് കതക് തുറന്ന്, എനിക്കന്ന് കയറാൻ പറ്റില്ല. അപ്പോൾ അവിടെ ഒരു ചെറിയ പടിയുണ്ട്, അതിൻ്റെ പുറത്ത് കയറി നിന്ന് കുറ്റിയെടുക്കാൻ ശ്രമിക്കുമ്പോൾ ഞാൻ പുറത്ത് നോക്കുമ്പം ഒരു പ്രാകൃതനായ ഒരാൾ, താടിയൊക്കെ വളർത്തി മുടിയൊക്കെ വളർത്തി ഒരു വളരെ അഴുക്ക് പിടിച്ചൊരു ഉടുപ്പൊക്കെ ഇട്ട ഒരാൾ. പക്ഷേ പെട്ടെന്ന് എനിക്ക് മനസ്സിലായി അതെൻ്റെ അച്ഛനാണ്. ഞാൻ കതക് തുറന്ന്
ഇട്ട് അച്ഛനെ ചെന്ന് കെട്ടിപ്പിടിച്ച് പൊട്ടിക്കരയാൻ തുടങ്ങി. എന്തിനാണെന്ന് അറിയാതെ ഞാൻ കരയാൻ തുടങ്ങി. അച്ഛൻ വരുന്നത് ഒരു വലിയ ആഘോഷമാണ് യഥാർത്ഥത്തിൽ. അച്ഛൻ വരുമ്പോൾ ടെലഗ്രാം വരും, ടെലഗ്രാമിൽ അച്ഛൻ വരുന്ന ഡേറ്റ് വരും, ഞങ്ങൾ വീടൊരുങ്ങും, നാടൊരുങ്ങും, അങ്ങനെയാണ് അച്ഛൻ വരുന്നത്. പക്ഷേ ഇപ്രാവശ്യം ഒരു ബാഗ് പോലും കയ്യിലില്ലാതെ ഇട്ട തുണി മാത്രമായിട്ട് എൻ്റെ മുന്നിൽ പ്രാകൃതനായിരിക്കുന്ന അച്ഛനെ കണ്ടിട്ട് സന്തോഷം കൊണ്ടാണോ സങ്കടം കൊണ്ടാണോ എന്ന് എനിക്കറിയത്തില്ല, ഞാൻ അച്ഛൻ്റെ തോളിലേക്ക് ചാടിക്കയറി പൊട്ടി കരഞ്ഞു. അപ്പോഴേക്കും അമ്മ ശബ്ദം കേട്ട് എത്തി. അമ്മയ്ക്ക് ഒന്നും മനസ്സിലാവുന്നില്ല. അച്ഛൻ കുറേ നേരം കഴിഞ്ഞ് വീട്ടിനകത്തിരുന്ന് സമാധാനമായിട്ടാണ് പറഞ്ഞത്, 4-5 ദിവസം മുമ്പ് അച്ഛൻ ജോലി ചെയ്തിരുന്ന കപ്പൽ വലിയൊരു തീപിടുത്തത്തിൽപ്പെട്ടു. അച്ഛനും അച്ഛൻ്റെ കൂടെയുള്ള കുറേ പേരുമൊക്കെ രക്ഷപ്പെട്ടത് ലൈഫ് ജാക്കറ്റ് ഇട്ടിട്ടാണ്. അങ്ങനെ ആ ലൈഫ് ജാക്കറ്റ് വഴി കടലിൽ പുറത്തെത്തുകയും ആരൊക്കെയോ വന്ന് രക്ഷിക്കുകയുമൊക്കെ ചെയ്ത് എല്ലാം നഷ്ടപ്പെട്ട് അച്ഛൻ വന്നിരിക്കുകയാണ്. ഞാൻ പൊട്ടിക്കറിയാൻ തുടങ്ങി. ഞാൻ പറഞ്ഞു, ഇതാണ് ഞാൻ കണ്ട സ്വപ്നം, തിരുവോണത്തിൻ്റെ അന്ന് ഇതാണ് ഞാൻ കണ്ട സ്വപ്നം എന്ന് പറഞ്ഞിട്ട് അന്ന് ഞാൻ വഴക്കുണ്ടാക്കിയത് അമ്മയ്ക്ക് ഓർമ്മയില്ലേ, ഇത് കാരണമാണ് ഞാൻ ഈ സ്വപ്നം കണ്ടുവെന്ന്. ശരിക്കും അച്ഛനും അമ്മയ്ക്കും ഒന്നും മനസ്സിലാകാതെ അവരെന്നെ കെട്ടിപ്പിടിച്ച് ഒരുപാട് ഉമ്മ വെച്ചു. അവരൊരുപാട് വീണ്ടും കരഞ്ഞു. അച്ഛന് ജീവൻ തിരിച്ചു കിട്ടിയതിലുള്ള സന്തോഷം കൊണ്ട് നമ്മളെല്ലാവരും ഇരുന്ന് കരഞ്ഞു. അങ്ങനെ ശരിക്കും എനിക്ക് ഇന്നും അത് നിർവചിക്കാൻ പറ്റത്തില്ല. ആ സമയം ഞാൻ ആ സ്വപ്നം കണ്ടു എന്നുള്ളത് ഇന്നും എനിക്ക് അമ്പരപ്പിക്കുന്ന ഒരു കാര്യമാണ്. അച്ഛൻ്റെ കപ്പൽ കത്തിച്ചതുമായിട്ടൊക്കെ ബന്ധപ്പെട്ടിട്ട് ഒരുപാട് കേസുകൾ നടന്നു. ഒരുപാട് തവണ അച്ഛൻ ഇംഗ്ലണ്ടിലേക്കും ബോംബെയിലേക്കൊക്കെ അതിനുവേണ്ടിയൊക്കെ യാത്രകൾ നടത്തി. ആ കപ്പലിൻ്റെ പേര് കൊണസ്റ്റോഗ എന്നായിരുന്നു, മോബിൽ കൊണസ്റ്റോഗ. അവസാനം കേസൊക്കെ കഴിഞ്ഞ് അച്ഛൻ വരുമ്പോൾ മോബിൽ കൊണസ്റ്റോഗ എന്ന് പറയുന്ന ഒരു ലൈഫ് ജാക്കറ്റ് ആയിട്ടാണ് തിരിച്ചു വരുന്നത്. ആ ഒരു പ്രാവശ്യം വരുമ്പോൾ അത് നമ്മുടെ വീട്ടിൽ കൊണ്ടുവന്ന് അച്ഛൻ്റെ ഈ കപ്പലിൻ്റെ ഓർമ്മയ്ക്കും ആ കത്തിപ്പോയ കപ്പലിൻ്റെ ഓർമ്മയ്ക്ക് വേണ്ടിയിട്ട് അവർക്കെല്ലാം കൊടുത്തതാണ് അവരുടെ കമ്പനി. ആ ലൈഫ് ജാക്കറ്റ് അച്ഛൻ അവിടെ വെച്ചിട്ടുണ്ടായിരുന്നു. ഇന്നും ആ ലൈഫ് ജാക്കറ്റ് നമ്മൾ സൂക്ഷിച്ചു വെച്ചിട്ടുണ്ട്. അച്ഛൻ്റെ ഓർമ്മയ്ക്കും അത് കഴിഞ്ഞ് അച്ഛൻ പോയി. അച്ഛൻ്റെ ഓർമ്മയ്ക്ക് അല്ലെങ്കിൽ അച്ഛൻ്റെ ആ കപ്പൽ ജീവിതത്തിൻ്റെ ഓർമ്മയ്ക്ക് ഇന്നും നമ്മളുടെ കയ്യിൽ ബാക്കിയുള്ളത് ആ കൊണസ്റ്റോഗ എന്ന് പറയുന്നൊരു ലൈഫ് ജാക്കറ്റാണ്. പക്ഷേ നമ്മുടെ ജീവിതത്തിൽ പലപ്പോഴും നമുക്ക് മനസ്സിലാക്കാൻ പറ്റാത്ത ചില പ്രതിഭാസങ്ങളുണ്ട്. സ്വപ്നങ്ങളായോ വിഷനുകളായോ ഒക്കെ വരുന്നത്. എൻ്റെ ജീവിതത്തിൽ എനിക്ക് വളരെ വ്യക്തമായ എൻ്റെ ഒരു അനുഭവം തന്നെയായിരുന്നു സത്യം പറഞ്ഞാൽ അച്ഛൻ്റെ ആ ഒരു എന്താണ് പറയുന്നത്, കപ്പൽ കത്തിപ്പിടിക്കുന്നതും അച്ഛൻ രക്ഷപ്പെടുന്നതുമായ ആ സീനുകളെല്ലാം കണ്ട ആ സ്വപ്നം എന്ന് പറയുന്നത്. അത് സ്വപ്നമാണോ യാഥാർത്ഥ്യമാണോ എന്ന് എനിക്ക് അന്നും ഇന്നും തിരിച്ചറിയില്ല. പക്ഷേ ജീവിതത്തിൽ നിർവചിക്കാൻ പറ്റാത്ത അല്ലെങ്കിൽ നമുക്ക് തീരുമാനിക്കാൻ പറ്റാത്ത ഒരുപാട് കാര്യങ്ങളുണ്ട് എന്ന് ഇടയ്ക്കിടയ്ക്കൊക്കെ എല്ലാവരുടെയും ജീവിതത്തിൽ ഓരോ അനുഭവങ്ങൾ നമ്മളെ പഠിപ്പിക്കും. അങ്ങനെ ഒരു അനുഭവമാണ് ആ കൊണസ്റ്റോഗ എന്നുള്ള കപ്പലും ആ കപ്പലിൻ്റെ കത്തിപ്പോകലും അതിൽ നിന്നുള്ള അച്ഛൻ്റെ രക്ഷപ്പെടലും ആ ഓണത്തലേന്നുള്ള എൻ്റെ സ്വപ്നവും.